ഇപ്പോൾ നടക്കുന്നത് ഒരു ഫേക്ക് പൊളിറ്റിക്സ് ആണ്. വടകരയിൽ നടന്നത് ഒരു ഫേക്ക് പൊളിറ്റിക്സ് ആണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം വർഗീയ പ്രചാരണമാണ് നരേന്ദ്രമോദിയും ബി.ജെ.പിയും നടത്തുന്നത് എന്ന് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രചാരണം തുടങ്ങിയപ്പോൾ മുതൽ ഇവിടെ ചർച്ചകളിലടക്കം വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്പ അതായിരുന്നു. വർഗീയ പ്രചാരണം നടത്തുന്നത് ബി.ജെ.പിയും നരേന്ദ്രമോദിയും. എന്നിട്ട് കേരളത്തിൽ നമ്മുടെ കൺമുന്നിൽ കൺവെട്ടത്ത് വടകരയിൽ നടന്നത് എന്താണ്? ഇവിടെ വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിച്ചത്, വർഗീയത വോട്ടാക്കാൻ ശ്രമിച്ചത് ആരാണ്? ഇവിടെ എക്സ്പോസ്ഡ് ആയിരിക്കുകയാണ്. അത് കോൺഗ്രസ് ആയാലും CPIM ആയാലും അവരുടെ ഈ മതേതരത്വത്തിന്റെ മേലങ്കിയൊക്കെ മാറി ആ പൂച്ചു പുറത്തു വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ സംഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാരണം വടകരയിലെ സൈബർ പോരാട്ടം അത് അതിരുവിട്ട് പോകുന്നു എന്ന് മനസ്സിലാകാത്ത ആളൊന്നുമല്ല ഷാഫി പറമ്പിൽ. അത്ര നിഷ്കളങ്കനൊന്നുമല്ല ഷാഫി പറമ്പിൽ. ഇപ്പോൾ ജയിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ രീതിയിലുള്ള വടകരയിൽ ഏതെങ്കിലും കാരണവശാൽ ഷാഫിയിലേക്ക് വിജയം എത്തുന്നുണ്ടെങ്കിൽ അതിന് ഈ പ്രചാരണം കാരണമായിട്ടുണ്ട് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. KK ശൈലജ എന്ന രാഷ്ട്രീയ എതിരാളിയെ രാഷ്ട്രീയം പറഞ്ഞ് നേരിടുന്നതിന് പകരം പലതരത്തിലുള്ള പരാമർശങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തുക എന്നത് അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് നമ്മൾ ഈ ക്യാമ്പയിന്റെ അവസാന ലാപ്പിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ കണ്ടു തുടങ്ങിയതാണ്. ഇവിടെ തുടക്കം എവിടെ നിന്നാണ്? തുടക്കം ഈ പറയുന്ന പോസ്റ്റുകളിൽ നിന്നൊന്നുമല്ല. ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ പാലക്കാട് MLA വടകരയിലേക്ക് കൊണ്ടുവരുന്നത് എന്തിനാണ്? സാമുദായിക സമവാക്യം, ഒരു മുസ്ലിം വേണം എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം എന്ന് പറയുന്ന ഒരു സ്വത്വം അത് കൊണ്ടുവന്നേ പറ്റൂ എന്നുള്ള ഒരു കോൺഗ്രസിന്റെ ഒരു അത്യാവശ്യം അത് നടപ്പാക്കാനായിട്ടുള്ള ഒരു ടൂളാണ് ഷാഫി പറമ്പിൽ. അല്ലാതെ ഷാഫി പറമ്പിൽ എന്ന കാൻഡിഡേറ്റിന്റെ മികവ് കൊണ്ട് ആക്കാനായിരുന്നെങ്കിൽ നേരത്തെ തന്നെ ഷാഫിയുടെ പേര് പരിഗണിക്കാമായിരുന്നു. MLA ആയ ഷാഫിയുടെ പേര് പരിഗണിക്കുന്നതും KC വേണുഗോപാലിന് സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ആലപ്പുഴയിൽ ഷാനിമോൾ ഉസ്മാൻ എന്ന് പറയുന്ന ഒരു മുസ്ലിം കാൻഡിഡേറ്റ് 2019 ഉണ്ടായിരുന്നു. അവർ മാറി അവിടെ KC വേണുഗോപാൽ മത്സരിക്കാൻ വരുമ്പോൾ അത് അവർക്ക് നോർമലൈസ് ചെയ്യണം, അല്ലെങ്കിൽ അത് ഈക്വൽ ആക്കണം, എല്ലാം ബാലൻസ്ഡ് ആക്കണം എന്നുണ്ടെങ്കിൽ ഒരു മുസ്ലിമിനെ കൊണ്ടുവരണം. അപ്പോൾ മുസ്ലിം എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തന്നെ കോൺഗ്രസ് ആണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം തുടക്കമിട്ടത്. അപ്പോൾ ഷാഫി പറമ്പിലിനെ അവിടേക്ക് കൊണ്ടുവരുമ്പോൾ അങ്ങനെ ഒരു കൺസോളിഡേഷൻ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട തന്ത്രത്തിലേക്ക് അവസാനം പോയിട്ടുണ്ട് എന്നുള്ളത് വളരെ എവിഡന്റ് ആണ്. അതിനി എത്രയില്ല എന്ന് ആരൊക്കെ പറഞ്ഞാലും അത് എവിഡന്റ് ആണ്. അതിനകത്ത് നടന്നിട്ടുള്ള വൃത്തികെട്ട കളികൾ, ആ കളികൾക്ക് തിരിച്ചുള്ള മറുപടി ഉണ്ടാകും, സ്വാഭാവികമായി ഉണ്ടാകും. കാരണം CPIM ഇത്രയും പ്രചാരണം നടക്കുമ്പോൾ അത് കേട്ട് മിണ്ടാതിരിക്കുമെന്നൊന്നും കരുതാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ കാര്യം, നരേന്ദ്രമോദിയും BJPയുമാണ് ഈ രീതിയിൽ മുസ്ലിം സ്ഥാനാർത്ഥി വന്നാലുടൻ എതിർ പ്രചാരണം നടത്തുന്നതെങ്കിൽ പ്രഫുൽ കൃഷ്ണൻ എന്ന വടകരയിലെ BJPയുടെ സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന്റെ മതമോ ഷാഫി പറമ്പിൽ മുസ്ലിമാണെന്നോ പറഞ്ഞ് ഒരിടത്തും പ്രസംഗിച്ചിട്ടുമില്ല. BJP വടകരയിൽ അങ്ങനെ ഒരു പ്രചാരണം നടത്തിയിട്ടുമില്ല. അപ്പോൾ കേരളത്തിലെ പ്രത്യേകിച്ച് മലയാളികളെ മതേതരത്വം എന്ന് പറയുന്നത് BJPക്ക് തൊട്ടുകൂടായ്മയാണ്, അവരങ്ങോട്ട് വരില്ല, അവർക്ക് മുസ്ലിങ്ങളെ വെറുപ്പാണ് എന്നൊക്കെ പറഞ്ഞ് സ്ഥാപിച്ചവരുടെ ആ പൂച്ച് പുറത്തായിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ മുസ്ലിം എന്ന് പറയുന്നത് വോട്ടിന് വേണ്ടി മാത്രം എടുത്തെടുത്ത് പ്രയോഗിക്കുന്നതാണ് എന്നുള്ളത് ഇവിടെ എക്സ്പോസ്ഡ് ആവുകയാണ്. പിന്നെ ഈ കാഫിർ പ്രചാരണം നടത്തിയത് ആരാണ് എന്നുള്ളത് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം അവിടെയുണ്ട്. ഇപ്പോൾ യൂത്ത് ലീഗ് 10 ലക്ഷം രൂപ, തിരുവള്ളൂർ പഞ്ചായത്ത് കമ്മിറ്റി 10 ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ സൈബർ അധിക്ഷേപം നടത്തിയത് അവരാണ് എന്നുള്ള ഒരു വാദമാണല്ലോ നിൽക്കുന്നത്. CPIMന്റെ ഭാഗത്തു നിന്ന് ഈ തിരുവള്ളൂർ പഞ്ചായത്ത് കമ്മിറ്റിയിൽപ്പെട്ട ആളുകളാണ് ഈ അധിക്ഷേപം നടത്തിയത് എന്നുള്ള വാദം അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അവർ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചു, ഞങ്ങൾ 10 ലക്ഷം രൂപ തരാം, ഞങ്ങളാണ് ഇത് ചെയ്തത് എന്ന് തെളിയിക്കാൻ അവർ വെല്ലുവിളിക്കുകയാണ്. പിന്നെ പത്രങ്ങളിൽ വന്ന തെരഞ്ഞെടുപ്പ് സമയത്തെ പരസ്യത്തെക്കുറിച്ച് പറഞ്ഞു പോകണം. സുപ്രഭാതത്തിലടക്കം ഇങ്ങനെയായിരുന്നു, മതപരമായിട്ടുള്ള ഒരു വൈകാരികത അത് വോട്ടാക്കി മാറ്റാനായിട്ടുള്ള ശ്രമം ഈ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിലെ അഡ്വർടൈസ്മെന്റിലടക്കം നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. കേരളത്തിലാണ് ഇത് നടക്കുന്നത്. ചെയ്തത് നരേന്ദ്രമോദിയും BJPയും അല്ല, ചെയ്തത് ആരാണ് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ നേരത്തെ സ്മൃതി മാഡം സൂചിപ്പിച്ച ഒരു പോയിന്റ് വളരെ കൃത്യമായ ഒരു കാര്യമാണ്. അതായത് ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് എന്താണ് ശ്രമിച്ചത്? ഈ വർഗീയതയായാലും മറ്റു വിഷയങ്ങളായാലും അതെല്ലാം കത്തിച്ച് വോട്ടാക്കി മാറ്റുക. അപ്പോൾ ആ വോട്ടാക്കി മാറ്റാനായിട്ട് അതിങ്ങനെ കത്തിച്ചിട്ടു, പക്ഷെ അത് കെടുത്താൻ ഇപ്പോൾ പറ്റുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. 1-2 യോഗം കൊണ്ടൊന്നും അത് കെടുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ അത് കേരളത്തിന് ആപത്താണ് എന്നുള്ളത് അറിയാതെയാണോ ചെയ്തത് അതോ അറിഞ്ഞുകൊണ്ട് എന്ത് വന്നാലും ജയിച്ചാൽ മതി, കാരണം ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടാർഗറ്റിലേക്ക് എത്തുന്നതിന് വേണ്ടി 2020ലേക്ക് എത്തുന്നതിന് വേണ്ടി എന്തും ചെയ്യാം എന്ന രീതിയിലേക്ക് ഷാഫി പറമ്പിൽ പോയതാണെങ്കിൽ അത് ശരിയായില്ല എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. കാരണം വടകര എന്ന് പറയുന്ന മണ്ഡലം അത് 2009 മുമ്പും ഒരു വടകരയുണ്ട്. അപ്പോൾ ഇടതുപക്ഷ സ്വഭാവമുള്ള വടകരയിൽ KK ശൈലജയെ പോലെ ഒരു സ്ട്രോങ് കാൻഡിഡേറ്റ് വരുമ്പോൾ ജയിച്ചു കയറുക എന്ന് പറയുന്നത് എളുപ്പമല്ല എന്നൊരു തോന്നലിൽ നിന്നാണോ ഇത്തരം പ്രചാരണങ്ങളിലേക്ക് എന്തിലേക്കും പോകാം, ഏത് പ്രചാരണവും നടത്താം എന്നതിലേക്ക് ഇങ്ങനെ കയറൂരി വിട്ടത് എന്നതുകൂടി പരിശോധിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. 2009 മുതൽ കോൺഗ്രസ് ആണ് വടകരയിൽ തുടർച്ചയായി ജയിക്കുന്നത്. പക്ഷേ അത് തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയാണ് CPIM KK ശൈലജയെ ഇറക്കിയത്. അതിലേക്ക്, ആ ലക്ഷ്യത്തിലേക്ക് അവർ എത്തുന്നു എന്ന് തോന്നുന്ന ഘട്ടത്തിലാണോ ഇങ്ങനെയുള്ള വ്യക്തിയാധിക്ഷേപത്തിലേക്ക് അവരെ നമ്മൾ കണ്ടതാണ്. ഗ്രാനി സെക്സ് അടക്കമുള്ള വാചകങ്ങളിലൂടെ അവരെ എത്രത്തോളം ഇകഴ്ത്തി എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഒരു
ഒരു സ്ഥാനാർത്ഥിയെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇത്തവണ 20 മണ്ഡലങ്ങളിൽ മത്സരിച്ചവരിൽ ഏറ്റവും കൂടുതൽ അധിക്ഷേപം നേരിട്ടത് കെ ശൈലജ തന്നെയാണ്. അതിന്റെ യാഥാർത്ഥ്യം എന്തായാലും പുറത്തു വരട്ടെ. പക്ഷേ വളരെ വൃത്തികെട്ട രീതിയിലുള്ള ഒരു പ്രചാരണം അവിടെ നടന്നു. പിന്നെ ഈ മുസ്ലിം സ്ഥാനാർത്ഥി എന്ന് പറയുന്ന ടാഗ്ലൈൻ, മുസ്ലിമായ ഏക സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ മാത്രമൊന്നുമല്ല, മറ്റ് മുസ്ലിം സ്ഥാനാർത്ഥികളും മറ്റു പാർട്ടികൾക്ക് വേണ്ടി ഇവിടെ മത്സരിക്കുന്നുണ്ട്. പക്ഷേ വടകരയിൽ മുസ്ലിം സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ഷാഫി പറമ്പിലിന് ഞാൻ മനസ്സിലാക്കുന്നത് ഒരേ സമയം തന്നെ അനുകൂലവും പ്രതികൂലവുമായ ഘടകമായി മാറിയിട്ടുണ്ട്. മുസ്ലിം ലീഗും മുസ്ലിങ്ങളും ഷാഫിക്ക് വേണ്ടി ഒന്നിക്കുന്നു. അതായിരുന്നു ഇടത് ഹാൻഡിലുകൾ ആ സമയത്ത് കൊണ്ടുവന്നിട്ടുള്ള പ്രധാനപ്പെട്ട ക്യാമ്പയിൻ. അതായത് ഒരു കൺസോളിഡേഷൻ അത് സംഭവിക്കുന്നു. അവിടെ വിഭാഗങ്ങളില്ല, മറ്റൊന്നുമില്ല, മുസ്ലിമാണ് എങ്കിൽ നിങ്ങൾ ഷാഫിക്ക് വോട്ട് ചെയ്യുക എന്ന രീതിയിലുള്ള ഒരു കൺസോളിഡേഷൻ അവിടെ നടന്നു എന്നുള്ളത് ഇടത് ഹാൻഡിലുകൾ തുടർച്ചയായി അവസാന 10 ദിവസവും അതുതന്നെയായിരുന്നു പ്രചാരണം. ഈ മുല്ലപ്പള്ളി രാമചന്ദ്രനെയും അതുപോലെ തന്നെ കെ മുരളീധരനെയും ഇറക്കിയപ്പോൾ മുസ്ലിം ലീഗ് ആക്റ്റീവായി അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴൊന്നും ഇങ്ങനെയുള്ള വാക്കുകളൊന്നും ഉപയോഗിച്ച് നമ്മൾ കണ്ടിട്ടില്ല. ഒരു തരംതാണ രീതിയിലേക്ക് പ്രചാരണം പോകുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് കെ ശൈലജ വന്നപ്പോഴുള്ള ഈ വൃത്തികേട് സംഭവിച്ചത് എന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ വെൽഫെയർ പാർട്ടി SDPI, അതാണ് അടുത്ത ആരോപണം. വെൽഫെയർ പാർട്ടിയും SDPIയും ഷാഫി പറമ്പിലിനെ പിന്തുണച്ചു എന്ന് ഇടതുപക്ഷം പറയുന്നു. അപ്പോൾ മറ്റ് 19 മണ്ഡലത്തിലും വെൽഫെയർ പാർട്ടിയും SDPIയും ആരെയും പിന്തുണച്ചില്ലേ? ഞാൻ മനസ്സിലാക്കുന്നത് UDFനെ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയും SDPIയും പിന്തുണച്ചത് എന്നാണ്. അല്ലാതെ ഇടതുപക്ഷത്തെ ആകാനുള്ള ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. അപ്പോൾ ഷാഫിക്ക് മാത്രമല്ല, മറ്റു 19 UDF സ്ഥാനാർത്ഥികൾക്കും കിട്ടിയ പിന്തുണ ഷാഫിക്ക് കിട്ടുമ്പോൾ അത് ഈ രീതിയിൽ ഒരു ചിത്രീകരണം കൊണ്ടുവരാൻ ഇടതുപക്ഷവും ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ വർഗീയത വിറ്റ് കാശാക്കാൻ അല്ലെങ്കിൽ വർഗീയത വിറ്റ് വോട്ടാക്കാൻ ഇവിടെ ഇടതുപക്ഷവും നന്നായി ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ വടകര വർഗീയതയെ അതിജീവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് DYFI ഇപ്പോൾ സംഘടിപ്പിച്ച A.A. റഹീമിന്റെ പ്രസംഗത്തെക്കുറിച്ചൊക്കെ സാറ് സൂചിപ്പിച്ചു. അതിൽ A.A. റഹീം പറഞ്ഞത് എന്താണ്? പാലക്കാട്ട് ഷാഫി കാവി പുതച്ച് നടന്നു, ഇവിടെ വടകരയിലെത്തിയപ്പോൾ ആ പുതപ്പ് മാറ്റി എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അക്യൂസ് ചെയ്യുകയാണ്. അപ്പോൾ വീണ്ടും അക്യൂസ് ചെയ്യുന്നതിലൂടെ എവിടെയാണ് മുറിവുണക്കുന്നത്? ആ മുറിവ് വ്രണമാക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ UDFന്റെയും RMPയുടെയും ക്യാമ്പയിൻ 11-ാം തീയതി വടകരയിൽ ഉടനീളം നടക്കാൻ പോവുകയാണ്. ആ ക്യാമ്പയിന്റെയും ലക്ഷ്യം എന്ന് പറയുന്നത് റഹീമിന് മറുപടി കൊടുക്കാനാണ്. റഹീം പറഞ്ഞതിനപ്പുറം കയറി പറയും, നിങ്ങൾ അങ്ങനെ ചെയ്തില്ലേ എന്ന് ചോദിച്ചു കൊണ്ടുവരും. വടകര മാത്രമല്ല, ഈ നാദാപുരം മാത്രമല്ല, കുറ്റ്യാടിയിലും ഒക്കെ ഇത് റിഫ്ലക്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാലമായി ഉണ്ടായിട്ടുള്ള സംഘർഷം അത് ഒതുങ്ങി നിൽക്കുന്ന ആളുകൾ സമാധാനത്തോടെ ഒന്ന് ജീവിക്കുന്ന ഇടത്തേക്ക് വീണ്ടും ആ ഒരു ഡിവൈഡ്, ആ ഒരു പോളറൈസേഷൻ കൃത്യമായി കൊണ്ടുവന്ന് അതിങ്ങനെ അങ്ങോട്ടൊരു ഇരുമ്പ് വേലി പോലെ നടുക്ക് കൊണ്ട് വെച്ച് കഴിഞ്ഞിട്ട് പിളർത്തി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അടുപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഏത് രീതിയിൽ വന്നിട്ടും കാര്യമില്ല എന്നുള്ളതാണ്. എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. ഈ നേതാക്കളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പോകും, അവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾ നിങ്ങളിത് കേട്ടിട്ട് വെറുതെ ഈ മുറിവ് കൂടുതൽ വലുതാക്കാനായി അവർ നിന്ന് ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാനേ പോകട്ടെ. എന്തായാലും നിങ്ങൾ വോട്ട് ചെയ്തു. ആ വോട്ട് ചെയ്ത ആളുകൾ ഇപ്പോൾ 14,21,883 വോട്ടർമാരാണ് വടകരയിലുള്ളത്. അതിൽ 11,14,950 പേർ വോട്ട് ചെയ്തു. അപ്പോൾ ഈ 11 ലക്ഷം പേരും ഇത് കേട്ടിട്ടാണോ വോട്ട് ചെയ്തത് എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും അതിൽ നിന്ന് ഭൂരിപക്ഷം ഉയർത്തുന്നതിന് അല്ലെങ്കിൽ വിജയിക്കാൻ വേണ്ടി വൃത്തികെട്ട കളി കളിച്ചത് ആരാണ് എന്നുള്ളത് ഇതിനകം തന്നെ നാട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ കാഫിർ സ്ക്രീൻഷോട്ടൊക്കെ വന്നതിന് പിന്നിൽ ഒരു PR ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു ആസൂത്രിതമായിട്ടുള്ളൊരു നീക്കം നടന്നിട്ടുണ്ടെങ്കിൽ, ആ പ്രയോഗം കൊണ്ടുവന്ന് വോട്ടാക്കി മാറ്റാൻ ഒരു ശ്രമം നടന്നിട്ടുണ്ടെങ്കിൽ അത് ആരാണ് ചെയ്തതെങ്കിലും അതിലേക്ക് പോലീസിന്റെ അന്വേഷണം എത്തുന്നില്ല എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആരാരെയാണ് എന്താണ് ഇവിടെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതൊരു വിഷയം തന്നെയാണ്. കെ ശൈലജ മുസ്ലിങ്ങളെല്ലാം വർഗീയവാദികളാണ് എന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളതൊരു സത്യമാണ്. ആ സത്യം നമ്മുടെ മുന്നിലുണ്ട്. കാരണം നമ്മുടെ മാധ്യമ സ്ഥാപനത്തിലൂടെ പറഞ്ഞ സൗണ്ട് ബൈറ്റ് ആണിത്. പക്ഷേ അങ്ങനെ ഒരു ക്യാമ്പയിൻ നടന്നു എന്നതും വസ്തുതയാണ്. അപ്പോൾ ആ ക്യാമ്പയിൻ നടത്തിയതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് എന്തായാലും UDFന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. മാതൃഭൂമിയുടെ ആ കാർഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രചാരണം നടത്തിയതിൽ നിന്നും അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. കാരണം ഈ രണ്ട് കാര്യങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. ഇത് ഫേക്ക് പൊളിറ്റിക്സ് ആണ് കളിച്ചത്, വൃത്തികേടാണ് കാണിച്ചത്. അതിനി എത്ര ന്യായീകരിച്ചിട്ടും ഒരു കാര്യവുമില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഈ പറയുന്ന മുസ്ലിം വർഗീയവാദി എന്ന് പറയുന്ന ചാപ്പ കുത്തുന്നത് എന്തായാലും BJPയും നരേന്ദ്രമോദിയുമല്ല, കേരളത്തിൽ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് എന്തായാലും CPIMും കോൺഗ്രസുമാണ്. അതങ്ങ് സമ്മതിക്കുക, മലയാളികൾ തിരിച്ചറിയുക. Meet the editors.